Hi, hello and welcome back to our channel, My Cooking Stories. ഇന്നത്തേത് നമുക്ക് ചിക്കൻ കറിയിൽ ഒരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ രശ്മി ചിക്കൻ മസാല ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്, ഒരു ഡിഫറെൻറ്റ് പ്രിപ്പറേഷനുമാണ് ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടികൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ഇട്ട് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് നാരങ്ങാനീര് വേണം. അപ്പോൾ ഞാനിവിടെ ചെറിയ നാരങ്ങേൻ്റെ നീരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു 2-3 ടീസ്പൂൺ മാത്രം മതി. ഇനിയിപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ബാക്കി എല്ലാ മസാലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇടാൻ ഞാൻ വിട്ടുപോയതാണ്. ഇതിലേക്ക് 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പം ഞാൻ ഇതുപോലെ ചെറിയൊരു ചാർക്കോളിൻ്റെ കഷ്ണത്തിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ട് ആ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഈ ഒരു ചിക്കന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മോക്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടാനും നമുക്കിത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിതൊരു 20 അല്ലെങ്കിൽ മാക്സിമം ഒരു 30 മിനിറ്റ് ഒക്കെ നമുക്കിത് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച നേരം കൊണ്ട് നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഒരു പാനിലേക്ക് ഓയിലാണ് ഒഴിച്ചത്. ഇനി ഈ ഓയിലേക്ക് ഞാനിപ്പം 3 ചെറിയ സവോള ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്താണ് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് ആഡ് ചെയ്യും. ഞാനിപ്പോൾ ഒരു 10 കാഷ്യൂസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ആ സവോളയുടെ കളർ മാറിയിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് ചൂട് പോയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസ് ഇട്ട് കൊടുക്കാം. 2 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, 2 കരയാമ്പും, ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു കാഷ്യൂവിൻ്റെയും ഉള്ളീൻ്റെ പേസ്റ്റും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു മണം പോകുന്നത് വരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ആ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഈ ചിക്കൻ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കാരണം ചിക്കൻ ആയതുകൊണ്ട് ഇതിൽ നിന്ന് അത്യാവശ്യം വെള്ളം വരും. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സെമി ഗ്രേവി ടൈപ്പ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമുക്ക് ചിക്കൻ മൂടി വെച്ചിട്ട് ഒന്ന് ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു കസൂരി മേത്തി ഇടുമ്പം ഈ ഒരു ചിക്കൻ കറിക്ക് നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ചപ്പാത്തി, നാൻ, റൊട്ടി, പൊറോട്ട എന്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ കമൻറ്റും ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്